എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇബ്രാഹിം അൽ ഖുറൈഷി എന്ന് പറയുന്ന ഹൗസിന്റെ ബ്ലൂബെറി മസ്ക് ആണ്. ഇത് ഇപ്പം ഈയിടെയായിട്ട് ഇറങ്ങിയ ഒരു ഫ്രാഗ്രൻസ് ആണ്. ഭയങ്കര ഹൈപ്പ് ഉണ്ട് ഇതിന് മാർക്കറ്റിൽ. അപ്പൊ ഞാനും കൂടെ ഒരെണ്ണം വാങ്ങിച്ചു നോക്കി വെച്ചത്. ഇങ്ങനെ ഒരു ബോക്സിനകത്താണ് വരുന്നത്. ഇത് കണ്ടോ, ഇവിടെ അദ്ദേഹത്തിന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, ഇബ്രാഹിം അൽ ഖുറൈഷി. നല്ല പ്രസന്റേഷൻ കേട്ടോ, നല്ല ക്ലാസിക് നീഷ് പ്രസന്റേഷൻ. ലത്താഫയുടെ ഒന്നും പോലെ വ്യാളി പ്രസന്റേഷൻസ് അല്ല. അപ്പൊ ഇവർ ഇതിനകത്ത് ആ ഒരു 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 ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഫ്രാഗ്രൻസ് ആണെങ്കിലും അങ്ങനെ തന്നെ. മെയ്ഡ് ഇൻ KSA ആണ്. സൗദിയിലുള്ള നമ്മുടെ പയ്യന്മാരൊന്നും ശ്രദ്ധിച്ചോളൂ, അവർക്ക് നല്ല വിലക്കുറവിൽ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഫ്രഞ്ച് ടിബാക്കോ ഒക്കെ ഞാൻ ഇന്നലെ നമ്മുടെ ഒരു ഷെഹസാദ് ബ്രോയോട് ചോദിച്ചപ്പം അവിടെ 199 DHS ആണെന്ന് പറയുന്നത്. അത് ഏതാണ്ട് ഒരു 3000-4000 ഇന്ത്യൻ റുപ്പീസ് ആണെന്ന് തോന്നുന്നു. എന്നിരുന്നാലും കേട്ടെ, ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ബോക്സിനകത്ത് ഇങ്ങനെ ഈ ഗോപുരം, പള്ളിയുടെ മിനാരമൊക്കെ പോലെ ഒരു സംഗതിയൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. എനിക്ക് കണ്ടിട്ടൊരു നല്ലൊരു മോസ്ക് പോലെ ഒരു ഫീലിംഗ് ആണ് ഇതിനകത്ത് വന്നത്. ഈ ഫ്രാഗ്രൻസും അങ്ങനെ ഒരു ഫ്രൂട്ടി ഫ്ലോറൽ ഫ്രാഗ്രൻസ് ആണ്. നമുക്ക് ഫ്രാഗ്രൻസിലേക്ക് വരാം. ടെസ്റ്റ് ട്രിപ്പിൽ നമുക്ക് ആദ്യം നോക്കാം. അറ്റോമൈസർ ഇത് കണ്ടോ, കിട്ടിലിന് അറ്റോമൈസറാണ്. ഇത് ബ്ലൂബെറിയും ജാസ്മിനുമാണ് ഇവന്റെ ടോപ്പ് നോട്ട് എന്ന് പറയുന്നത്. ആ ബ്ലൂബെറി ബ്ലാസ്റ്റിങ് വരുന്നുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട്. ഇത് ആദ്യം തന്നെ നിങ്ങൾ മണത്ത് കഴിയുമ്പോൾ ആ ബ്ലൂബെറി ബ്ലാസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ നന്നായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ അതിനെ നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, ബ്ലൂബെറി ജാസ്മിനോട് കൂടി. ഇതിന്റെ ടോപ്പ് നോട്ട് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഡാർക്ക് ഫ്രാഗ്രൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ടേസ്റ്റ് ആകാൻ വഴിയില്ല. പക്ഷെ ഇത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പൊ എർബ പ്യൂറ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോപ്പിയൊന്നുമല്ല, ആ ഒരു ലൈനപ്പിലുള്ള ഫ്രാഗ്രൻസ് ഇത്, ആ ഒരു രീതിയിലുള്ള. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മിഡിൽ നോട്ടിൽ കുറെ ഫ്രൂട്ട്സ്, ഒരു സെഡർ വുഡ് അവർ പറഞ്ഞിട്ടുള്ളത്. മിഡിൽ നോട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക്, ഞാൻ ഇത് കുറച്ച് ദിവസമായിട്ട് അടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ആധികാരികമായിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ല. ഇതുണ്ട്, ഇത്ര ഞാൻ തീർത്തിട്ടുണ്ട്, ആധികാരികമായിട്ട് പറയാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മിഡിൽ നോട്ടിലേക്ക് ചെല്ലുമ്പോൾ നല്ലൊരു ഹൃദ്യമായ സ്മെല്ല്, അതായത് കുറെ ഫ്രൂട്ട് ബാസ്ക്കറ്റ്സ് പോലെ നമ്മളെ മണക്കും. അങ്ങനെ ബേസ് നോട്ടിൽ നല്ല മസ്ക, നല്ല ക്വാളിറ്റി മസ്ക ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാശ്മീർ വുഡ് ആൻഡ് മസ്ക്. അപ്പം ഒരുപാട് ഓവർ പവർ ഉള്ള ഊത് പോലത്തെ വുഡ്, സാൻഡൽ വുഡോ അങ്ങനെയൊന്നുമല്ല. സീഡർ വുഡും കാശ്മീർ വുഡും ആണ് ഇതിന്റെ ഒരു ആ ഒരു അണ്ടർടോൺ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഫ്രൂട്ട്സ്, ബ്ലൂബെറി, ജാസ്മിൻ, മസ്ക്, ആ ഒരു കോംബോ ആണ്. അപ്പൊ ഭയങ്കര ലൈറ്റ് ആൻഡ് എയറി സ്മെല്ല. നിങ്ങൾക്ക് കോംപ്ലിമെന്റ്സ് ഇഷ്ടം പോലെ കിട്ടും. ഡ്രൈ ഡൗണിൽ ശരിക്കും നല്ല മസ്ക് വിത്ത് ആ ജാസ്മിൻ, ബ്ലൂബെറി. ഈ ബ്ലൂബെറി ഇതിനകത്തൊരു മെയിൻ പ്ലേ അങ്ങ് ആ ഫ്രൂട്ട്സിനും ഒക്കെ, ആ മിഡിൽ നോട്ടിലെ ഫ്രൂട്ട്സിനും ആ ഡ്രൈ ഡൗണിലും എല്ലാം ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അതിന്റെ ഒരു പ്ലേ ഇങ്ങനെയുണ്ട്. ടോപ്പ് നോട്ടിൽ നല്ല ബ്ലൂബെറി ഇങ്ങനെ മണക്കാം നിങ്ങൾക്ക്. നിങ്ങൾ ബ്ലൂബെറി പച്ചക്ക് തിന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബ്ലൂബെറി തിന്നോണ്ടൊരു ജാസ്മിൻ മണത്താൽ എങ്ങനെയിരിക്കും, നല്ലൊരു ഫ്രഷ് മുല്ലപ്പൂ മണത്താൽ ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഓപ്പണിങ്ങിൽ ഉണ്ടാകുക. നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. ഓഫീസ് സേഫ് ആണ്. ഏതൊരു കാലാവസ്ഥയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാം. പിന്നെ ആരൊക്കെ വെയർ ചെയ്യണം, ഏതൊക്കെ ടൈമിലെ വെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നല്ല ചൂടുള്ളപ്പോൾ നിങ്ങൾക്ക് വെയർ ചെയ്യാം, തണുപ്പത്ത് വെയർ ചെയ്യാം, രാത്രിയിലടിക്കാം, പകലടിക്കാം. അങ്ങനെ ഭയങ്കര സൂപ്പർ വെർസറ്റൈൽ. നല്ല വെർസറ്റിലിറ്റി ഉണ്ട്. സ്കിന്നിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആ ബ്ലൂബെറിയുടെ നല്ലൊരു മണവും ഈ പറഞ്ഞ പോലെ തന്നെ ജാസ്മിൻ ഇത് സ്കിന്നിൽ സ്ട്രിപ്പ് ചെയ്യുന്ന വലിയ മാറ്റമൊന്നുമില്ല, അതുപോലെയൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഇതിന്റെ ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത് 6 hours എന്തായാലും നിൽക്കുന്നുണ്ട് കേരളത്തിൽ. പിന്നെ ആദ്യത്തെ ഒരു 2 മണിക്കൂർ അത്യാവശ്യം നല്ല പ്രൊജക്ഷൻ ഉണ്ട്. ആ ഒരു സമയത്ത് നിങ്ങളോട് ഒരുപാട് പേര് ചോദിക്കും, കോംപ്ലിമെന്റ്സും കിട്ടും. ഒരു 2-2.5 feet പ്രൊജക്ട് ചെയ്ത് കയറുന്നുണ്ട്. ഞാൻ 20 സ്പ്രേ വരെ അടിച്ചിട്ടുണ്ടായിരുന്നു. 20 സ്പ്രേ അടിച്ചിട്ടാണ് ഞാൻ പോയത്. ഓവർ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്ത ഫ്രാഗ്രൻസ് ആണ്. 2-2.5 അടി വരെ പ്രൊജക്ട് ചെയ്ത് കയറുന്നുണ്ട്. നിങ്ങൾക്ക് എർബ പ്യൂറയൊക്കെ വാങ്ങാൻ ആഗ്രഹമുണ്ട്, എന്നാൽ പിന്നെ അതിനുള്ള ബഡ്ജറ്റ് ഇല്ല, അങ്ങനെയുള്ളവർക്ക് ഒരു ബെസ്റ്റ് അതേ ക്വാളിറ്റിയുള്ള, ഇതിന്റെ സ്മെല്ലിന്റെ ക്വാളിറ്റിയാണ് ഞാൻ പറയുന്നത്. എർബ പ്യൂറ ഇഷ്ടമുണ്ട്, എന്നാൽ പിന്നെ വാങ്ങിക്കാൻ ബഡ്ജറ്റ് തികയത്തില്ല, അങ്ങനെയുള്ളവർക്ക്
എന്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചുകൂടി ഒരു ബെറ്റർ ഓപ്ഷൻ ഇത്. കാരണം ഇതൊരു വൺ ആൻഡ് ഓഫ് യൂണിക് ഫ്രാഗ്രൻസ് ആണ്. അതേ ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ആണ്, അത്യാവശ്യം പ്രൊജക്ഷൻ എല്ലാം ഉണ്ട്. ഇത് 75 ml കേട്ടോ. 75 ml ഇപ്പൊ സൗദിയിൽ നല്ല വിലക്കുറവായിരിക്കും. ഇന്ത്യയിൽ ഇതുവരെ 7,000 ഒക്കെ കൊടുക്കേണ്ടി, 6,000 7,000 ഒക്കെ കൊടുക്കേണ്ടി വന്നേക്കും. സൗദിയിൽ നിന്നൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ കൊണ്ടുതന്നാൽ വെർത്തായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ, പിന്നെ പിന്നൊന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളൂ. യൂണിസെക്സ് ആണ്, ടോട്ടലി യൂണിസെക്സ് ആണ്, ആർക്ക് വേണേലും വിയർ ചെയ്യാം. ഓഫീസ്, സ്കൂൾസ്, കോളേജ് പയ്യന്മാര്, കോളേജ് ഗേൾസിന് ഈസി ആയിട്ട് റോക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രാഗ്രൻസ് ആയത്. ഇവർക്ക് വേറെയും കുറെ മസ്ക് കളക്ഷൻസ് ഉണ്ട്. മൂൺ മസ്ക്, സൺ മസ്ക്, റാസ്ബെറി മസ്ക്, സ്ട്രോബെറി ഇല്ലെന്ന് തോന്നുന്നു, പിസ്താഷ്യോ ഉണ്ട്, കാടമോ ഉണ്ട്. അങ്ങനെ കുറെ മസ്കുകളുണ്ട്. എന്തായാലും ഞാൻ പതിയെ അതൊക്കെ ഓരോന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.